ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണത്തിനുള്ള ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലി കളഞ്ഞ് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഏത്തയ്ക്ക 600 ഗ്രാമാണ് കേട്ടോ. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് അല്പനേരം വെച്ചിട്ട് വേണം ഇത് തുടച്ച് കളഞ്ഞ് അതിൻ്റെ വെള്ളം ഉണക്കിയെടുക്കാൻ. ഇനി നമുക്കിതൊരു തുണി വെച്ചിട്ട് ആ കായയിലെ വെള്ളമെല്ലാം ഒപ്പിക്കളയാം. അതിനുശേഷം നമുക്കിത് നെടുകെ പിളർന്നിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഇതൊന്ന് ചെരിച്ച് അരിഞ്ഞെടുക്കുക. ഇതുപോലെ അരിഞ്ഞെടുക്കണം, ഇത്രയും കനത്തിൽ. ഇപ്പം എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാം. അപ്പം ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് കായ കഷ്ണങ്ങൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റ് തീ നല്ലപോലെ കൂട്ടി വയ്ക്കണം. അതിന് ശേഷം തീ കുറച്ചിട്ട് വേണം ഇത് വേവിക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഈ സമയം നമുക്ക് 2 കഷ്ണം ചുക്ക്, ഒരു 8-10 ഏലയ്ക്ക, ഇത്രയും ജീരകം, അത് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വറുക്കാനിട്ടിരുന്ന കായ നല്ലപോലെ പാകമായിട്ടുണ്ട്. ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പം നന്നായിട്ട് പാകമായിട്ടുണ്ട് കായ. ഇനി ബാക്കിയുള്ളതും കൂടിയും ഇട്ട് വറുത്ത് കോരാം. ഇപ്പോൾ കായയെല്ലാം നമ്മൾ വറുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളിയിൽ ഞാൻ 600-700 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വെള്ളം വറ്റിച്ച് ശർക്കര പാനി നന്നായിട്ട് കുറുകണം. നല്ല കട്ടിയാവണം. കണ്ടോ, ഇതുപോലെ നല്ല കട്ടിയിലാവുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പാകം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ശർക്കരയിൽ കിടന്ന് കായൊന്ന് വരണ്ട് കിട്ടണം. ഇനി ഈ സമയത്ത് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ചുക്ക്, ഏലയ്ക്ക, ജീരകപ്പൊടി അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിയൊന്നും പൊടിച്ച് ചേർക്കാതെ തന്നെ, അരിപ്പൊടി ഇടാതെ, അരി പൊടിച്ച് ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര ഉരുട്ടി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂണ് പഞ്ചസാര തൂവിയിട്ടൊന്ന് ഇളക്കി അത് വേർപെടുത്തി എടുക്കണം. ഇതുപോലെ എല്ലാം വേർപെടുത്തി എടുക്കുക. അപ്പം നമ്മുടെ ശർക്കര ഉരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ചു തരാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.